പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിനി അടുത്ത കഥ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മാനസിയുടെ ഒരിതിൽ നിന്നുള്ള ആ ഒരു കഥയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് എം സുകുമാരൻ്റെ അയൽ രാജാവ് എന്ന കഥയാണ്. അപ്പോൾ നമ്മൾ ചെറുകഥ എന്താണെന്നോ അതിൻ്റെ ചുരുക്ക വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, എല്ലാവരും പരിചയപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ എം സുകുമാരൻ ചെറുകഥാകൃത്താണ്, അതേപോലെ തന്നെ നോവലിസ്റ്റും ഒക്കെയാണ് അദ്ദേഹം. 1943 അദ്ദേഹം ജനിച്ചത്. 2018 അദ്ദേഹം അന്തരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് പാലക്കാടാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹൈസ്കൂൾ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയായതോടെ അദ്ദേഹത്തിൻ്റെ പഠനം അവസാനിക്കുകയും പിന്നീട് കുറച്ചു കാലം ഒരു ഷുഗർ ഫാക്ടറിയിലൊക്കെ 6 മാസം ഒരു ജോലി ചെയ്ത് പിന്നെ ഒരു സ്വകാര്യ വിദ്യാലയത്തിൽ പ്രൈമറി വിഭാഗം ടീച്ചറായിട്ടൊക്കെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. 1963 തിരുവനന്തപുരത്ത് അക്കൗണ്ട് ജനറൽ ഓഫീസിൽ ക്ലർക്കായിട്ടും വർക്ക് ചെയ്തു. പിന്നീട് 1974 ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളുടെ പേരിൽ സർവീസിൽ നിന്നും ഡിസ്മിസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ പൊതുവെ അദ്ദേഹത്തിൻ്റെ കൃതികൾ എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ പൊതുവെ ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് പാറ, ശേഷക്രിയ, ജനിതകം, അഴിമുഖം, ചുവന്ന ചിഹ്നങ്ങൾ, എം സുകുമാരൻ്റെ കഥകൾ, മരിച്ചിട്ടില്ലാത്തവരുടെ സ്മാരകം, തൂക്കുമരങ്ങൾ ഞങ്ങൾക്ക്, ചരിത്രഗാഥ, പിതൃതർപ്പണം, ശുദ്ധവായു, വഞ്ചിക്കുന്നംപതി, അസുര സങ്കീർത്തനം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പേരാണ്. ഇനി പൊതുവെ നമുക്ക് സുകുമാരനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മരിച്ചിട്ടില്ലാത്തവരുടെ സ്മാരകങ്ങൾക്ക് 1976 ജനിതകം എന്ന കൃതിക്ക് 1997 സമഗ്ര സംഭാവനയ്ക്ക് 2004 കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പിതൃതർപ്പണത്തിന് 1992 മികച്ച ചെറുകഥയ്ക്കുള്ള പത്മരാജൻ പുരസ്കാരവും നേടി. ജനിതകം എന്ന കൃതിക്ക് തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. മികച്ച കഥയ്ക്കുള്ള ചലച്ചിത്ര അവാർഡ് കേരള ഗവർണറിൽ നിന്ന് കിട്ടി. അത് 1981 ശേഷക്രിയക്കും 95 കഴകത്തിന് ലഭിച്ചു. 2006 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഇദ്ദേഹത്തിൻ്റെ ചുവന്ന ചിഹ്നങ്ങൾ എന്ന ചെറുകഥാ സമാഹാരത്തിന് ലഭിക്കുകയും ചെയ്തു. പിന്നെ അദ്ദേഹത്തെക്കുറിച്ചിട്ട് കൂടുതൽ നമ്മൾ പറയുമ്പോൾ സാഹിത്യത്തിലെ ആധുനികതയുടെ സൗന്ദര്യാത്മക സംസ്കാരം ഉൾക്കൊണ്ട് തൻ്റെ കഥകളെ ലാവണ്യ ശില്പങ്ങളാക്കി നിർത്തിക്കൊണ്ടു തന്നെ ചരിത്രബോധത്തിൻ്റെ മൂന്നാം കണ്ണ് തുറക്കുകയും സാമൂഹ്യ വിപ്ലവത്തിൻ്റെ പക്ഷത്ത് നിലയുറപ്പിക്കുകയും ചെയ്തയാളാണ് സുകുമാരൻ. ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് സച്ചിദാനന്ദനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള അയൽ രാജാവ് എന്ന ആ ഒരു കഥ ആചാര ലംഘനവും സമകാലിക സാഹചര്യത്തോട് ചേർത്ത് വായിക്കാം. കന്യകമാരെ അധികാരികൾക്ക് കാഴ്ചവെക്കുന്ന സഹശയനം എന്ന നാട്ടാചാരത്തെ എതിർത്ത് മുന്നോട്ട് വരുന്നതും ആചാരലംഘനമായി കണക്കാക്കുന്നു. മരണം മുന്നിൽ വിചാരണയായി നിൽക്കുമ്പോഴും ഉമാപതി പതറാതെ പറയുന്ന വാക്കുകളും ഈ കഥയിൽ പ്രസക്തമാണ്. ഇപ്പോൾ സോഷ്യലിസ്റ്റ് റിയലിസത്തിൽ നിന്നും കാൽപ്പനികതയിൽ നിന്നും അതിനെ മോചിപ്പിക്കുക മാത്രമായിരുന്നില്ല, മറിച്ച് ആധുനികതയുടെ അരാഷ്ട്രീയ പൊങ്ങച്ചങ്ങളെ കൂടി അത് നേരിട്ടു. അതേ അരാഷ്ട്രീയ പൊങ്ങച്ചങ്ങളെ തുറന്നു കാട്ടുന്ന ചരിത്രബോധത്തിലൂന്നിയുള്ള എം സുകുമാരൻ്റെ കഥകൾ നടത്തുന്ന ചരിത്രപരമായ ദൗത്യത്തിൻ്റെ പ്രാധാന്യം ഇന്നും എക്കാലത്തും പ്രസക്തമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പൊതുവെ നമുക്ക് ആ ഒരു അയൽ രാജാവ് എന്നുള്ള ആ ഒരു കഥയെക്കുറിച്ചിട്ട് നമുക്ക് പറയാൻ. അപ്പോൾ ഈ കഥ തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം, ഉമാപതി രാജസദസ്സിൽ ശിക്ഷ കാത്തു നിൽക്കുകയാണ്. രാജസദസ്സിൽ കൈക്കാലുകൾ ബന്ധിച്ച് നിർത്തിയിരിക്കുകയാണ്.
അപ്പോൾ കരിങ്കല്ലിൽ കവിതകൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു മഹാശില്പിയാണ് ആര്? ഉമാപതി. അയാൾ ചെയ്തിരിക്കുന്ന തെറ്റുകൾ ഉണർന്നിരിക്കുന്ന സമയത്ത് ഏതാണ്ട് മുഴുവൻ ഭാഗവും എത്രയോ അകലെയുള്ള ഒരു അയൽ രാജാവിൻ്റെ സാമ്രാജ്യത്തിലെ സമൃദ്ധിയെക്കുറിച്ചും സാംസ്കാരിക ജീവിതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും സംസാരിച്ചു മറ്റുള്ളവരെ വഴി തെറ്റിക്കുന്നു എന്നതാണ് അയാളുടെ കലാസൃഷ്ടിയിൽ മുഴുവൻ അയാളുടെ ചിന്തകളുണ്ട്. അപ്പോൾ ശില്പങ്ങൾക്ക് അയാൾ രാജാവിൻ്റെ രൂപവും ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഉണ്ടാക്കുന്ന. അപ്പോൾ ഈ രാജ്യത്ത് എന്ത് നല്ല കാര്യം ചെയ്താലും ആ ശില്പിക്ക് ഒരു മതിപ്പും ഇല്ല. അപ്പോൾ ഇവിടെ പട്ടിണി മരണങ്ങൾ ഉണ്ടെന്നും മറ്റും അയാൾ വിളിച്ചു പറയുന്നു. അപ്പോൾ അയാളുടെ ഭാര്യ ഉമാദേവിയും വേണു എന്ന പുത്രനും രേണു എന്ന പുത്രിയും ഈ രാജ്യത്തെ കൽത്തുറങ്കിൽ കിടക്കുന്നുണ്ട്. പുത്രൻ രാത്രികാലങ്ങളിൽ തൻ്റെ സേവകർക്ക് രഹസ്യ ഉപദേശം നൽകി രാജാവിനെതിരെ തിരിക്കുന്നു എന്നതാണ് രാജാവിൻ്റെ പരാതി. അപ്പോൾ വിവാഹത്തിന് മുമ്പ് രാജസന്തതികളെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളവരാണ് രാജ്യത്തിലെ കന്യകമാർ എന്ന രാജാവിനെ നിയമത്തെ ചോദ്യം ചെയ്തയാളാണ് ഇയാളുടെ പുത്രിയായ രേണു. മാത്രമല്ല അവൾ കർഷകർക്കിടയിൽ ഭരണവർഗത്തിനെതിരെയുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ കുറ്റങ്ങൾ ചുമത്തിയാണ് അയാൾക്ക് കഠിനമായ ശിക്ഷ വിധിക്കാൻ തീരുമാനിക്കുന്നത്. ഉമാപതിയാവട്ടെ തൻ്റെ ശരീരത്തെ മാത്രമേ നിങ്ങൾക്ക് ബന്ധിക്കാൻ ആവൂ, എൻ്റെ മനസ്സ് ഇപ്പോഴും സ്വതന്ത്രമാണ്, എൻ്റെ ചിന്താശക്തിയും ആവേശവും ആദർശധീരതയും നശിപ്പിക്കാൻ നിങ്ങൾക്കാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കഥയെക്കുറിച്ചിട്ട് ചെറുതായി തുടക്കത്തിലൊന്ന് പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ എന്താണ് നമുക്ക് ഈ അയൽ രാജാവ് എന്നുള്ള ആ ഒരു കഥ പറഞ്ഞു തരുന്ന ആ ഒരു ഭാഗങ്ങൾ എന്നുള്ളത് കൂടെ നമ്മളൊന്ന് വായിച്ച് നോക്കേണ്ടതും ആവശ്യമാണ്. അപ്പോൾ പേര് പോലെ തന്നെ അയൽ രാജാവ് അല്ലേ. അപ്പം ആ ഒരു കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഞാൻ ശിക്ഷിക്കപ്പെടുമെന്നും കിട്ടാവുന്നതിൻ്റെ പരമാവധി ശിക്ഷ എനിക്ക് ലഭിക്കുമെന്നും നേരത്തെ ഉറപ്പുള്ളതിനാൽ എൻ്റെ ശിരസ് ഉയർന്നു തന്നെ നിന്നു. ഒരു ശക്തനായ ഭ്രാന്തനെ എന്ന പോലെ കൈകാലുകൾ ചങ്ങലയിട്ട് ബന്ധിച്ച് വർഗബോധമുണർന്നിട്ടില്ലാത്ത ആയുധധാരികളായ രാജഭടന്മാർ എന്നെ രാജസന്നിധിയിൽ ഹാജരാക്കി. എൻ്റെ ഗാംഭീര്യം നിറഞ്ഞ മുഖവും കഠിനാധ്വാനത്തിൻ്റെ പാറകഷ്ണങ്ങളായി മുഴച്ചു നിൽക്കുന്ന മാംസപേശികളും കണ്ടിട്ടാവണം രാജസദസ്സിൽ നിന്നും പൊടുന്നനെ അടക്കാനാവാത്ത അമർഷത്തിൻ്റെ പുക പരന്നത്. രാജാവിൻ്റെ മുഖം ചുവന്നു. പനയോലകളിൽ എഴുതി ചേർത്ത വിധിന്യായം അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള ഇരിക്കുന്നു. അപ്പോൾ തെറ്റ് കഴിഞ്ഞാൽ അന്ന് ഓലയിലൊക്കെ എഴുതി വെച്ചിരുന്ന എന്താണ് ചെയ്ത തെറ്റ്, അതിന് വിചാരണ നടത്താൻ വേണ്ടിയിട്ട് രാജാവ് ചോദിച്ചു, ഉമാപതി, അവസാനമായി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോയെന്ന്. അപ്പോൾ ശിക്ഷിക്കുന്നതിന് മുൻപായിട്ട് കുറ്റവാളികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് നമ്മൾ അന്വേഷിക്കുന്ന ആ ഒരു രീതി. അപ്പോൾ കുറച്ച് അകലത്തായിരുന്നു ഞാൻ നിന്നിരുന്നത്. കാർക്കിച്ചു തുപ്പിയാൽ രാജാവിൻ്റെ മുഖത്ത് വീഴില്ല. അപ്പോൾ ഉമിനീരിറക്കിക്കൊണ്ട് ഞാൻ അട്ടഹസിച്ചു, ജനവഞ്ചകരെ, നിങ്ങളെയും വ്യാഖ്യാനിച്ചാൽ നിങ്ങൾക്ക് മാത്രം ഗുണം കിട്ടുന്ന നിങ്ങളുണ്ടാക്കി വെച്ച നിയമങ്ങളെയും ഞാൻ പുല്ലായി കരുതുന്നു. നിങ്ങൾക്കെൻ്റെ ശരീരത്തെ മാത്രമേ ബന്ധിക്കാൻ കഴിയൂ. എൻ്റെ മനസ്സിപ്പോഴും സ്വതന്ത്രമാണ്. എൻ്റെ ചിന്താശക്തിയും ആവേശവും ആദർശധീരതയും നശിപ്പിക്കാൻ നിങ്ങളെക്കൊണ്ടാവില്ല. മരണത്തിനും അപ്പുറത്തുള്ള ഒരു ശിക്ഷ തരാൻ നിങ്ങൾ അശക്തരാണ്. ആയതിനാൽ ഈ സദസ്സിനെ അർഹിക്കുന്ന എല്ലാ അവജ്ഞയോടും കൂടി ഞാൻ പുച്ഛിച്ചു തള്ളുന്നു. അപ്പോൾ നിലനിൽക്കുന്ന ആ വ്യവസ്ഥാപിതമായിട്ടുള്ള ആ ഒരു വിധിന്യായത്തെ പുച്ഛിച്ചു തള്ളുന്ന ഒരു കഥാപാത്രമാണ് ഉമാപതി. അത് ആരാണോ ഉന്നതർ അവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള നിയമാവലികൾ, ആ നിയമാവലികളെ ഒരിക്കലും അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രതികരണത്തിൻ്റെയൊക്കെ ജ്വാല അല്ലെങ്കിൽ ആ ഒരു സ്വരമുയർത്തുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഇതിൽ ഉമാപതി കടന്നു വരുന്നതും. സദസ്സുണർന്നു. ചോറിൻ്റെ കൂറ് പത്തി വിടർത്തി വിഷം ചീറ്റി.
അപ്പോഴേക്കിനാ രാജാവിനോട് ഇങ്ങനൊരു പ്രതികരണം നടത്തിയതിൻ്റെ പേരിൽ രാജാവിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവിടെ സടകുടഞ്ഞ് എഴുന്നേൽക്കുകയാണ്. ഇവനെ മരിക്കുന്നത് വരെ തൂക്കിലിടണം, പോരാ ശവശരീരം പക്ഷിമൃഗാദികൾക്ക് എറിഞ്ഞു കൊടുക്കണം. അതിനേക്കാൾ നല്ലത് ഇഞ്ചിഞ്ചായി മുറിച്ച് വ്രണങ്ങളിൽ മുളകരച്ചു പുരട്ടി ഹിംസ്ര മൃഗങ്ങളുടെ കൂട്ടിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. മറ്റൊരു മാർഗം കൈക്കാൽ കെട്ടി നദിയിൽ മുക്കുക. രാജാവിൻ്റെ ചുണ്ടിൽ കാളകൂട വിഷം പരന്നത് സദസ്സ് കണ്ടില്ല. കൈയുയർത്തി രാജാവ് സദസ്സിനെ സാന്ത്വനപ്പെടുത്തി. നമ്മുടെ ഇരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്നത് പോലെ ഓരോ ആളുകൾ അവിടെ ഇരുന്നിട്ട് പറയുകയാണ് എന്തൊക്കെ ശിക്ഷയാണ് ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടത്. കണ്ടില്ലേ, രാജാവിന് എതിരെയാണ് സംസാരിക്കുന്നത് എന്നുള്ള ആ ഒരു രീതിയിലേക്ക്. അങ്ങനെ സദസ്സൊന്നടങ്കം രോഷാകുലരായി തുടങ്ങിയപ്പോഴാണ് രാജാവ് സദസ്സിനെ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് അടക്കി നിർത്തുന്നത്. ക്ഷോഭിക്കരുത്, അവനെപ്പോലെ സംസ്കാരശൂന്യനാവുവാൻ നമുക്ക് കഴിയില്ല. ഞാൻ വിധിന്യായം വായിപ്പിച്ചു കേൾപ്പിക്കാമെന്ന്. അപ്പോൾ ഇവിടെ നിയമത്തിൻ്റെ വഴി തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടുന്നവർ സംസ്കാരശൂന്യരാവുകയും അല്ലാത്തവർ സംസ്കാരമുള്ളവരായിട്ടും മുദ്രകുത്തുന്ന, നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ പോലും കൂട്ടിച്ചേർത്ത് വായിക്കാവുന്ന രീതിയിലേക്കാണ് ഈ കഥയുടെ മുന്നോട്ടുള്ള പോക്ക്. അങ്ങനെ പറഞ്ഞുകൊണ്ട് രാജാവ് എന്താണ് എഴുതി വച്ചിട്ടുള്ള വിധിന്യായം എന്ന് ആ ഒരു പനയോലയുടെ കെട്ടുകൾ അഴിഞ്ഞു വായിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഇവനൊരു ശാശ്വത മോചനമായി മരണത്തെ കാണുന്നു. ഇവനെ ഒരിക്കലും കൊല്ലരുത്. അവൻ പറഞ്ഞതുപോലെ നമുക്ക് ബന്ധിക്കാൻ കഴിയാത്തത് ഇവൻ്റെ ചിന്താമണ്ഡലത്തെയാണ്. ആ വഴിക്ക് ആലോചിക്കുമ്പോൾ ഇവൻ ജീവിക്കണം എന്ന് നമുക്ക് തോന്നുന്നു. പോംവഴികളില്ലാത്ത ചിന്താഗഹ്വരങ്ങളിൽപ്പെട്ട് ശ്വാസം മുട്ടി പിടഞ്ഞ് ഇവൻ ചക്രശ്വാസം വലിക്കണം. എന്തായാലും ഉമാപതി എന്ന ആ ഒരു കഥാപാത്രം, അദ്ദേഹത്തിനെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് കൊല്ലാം, പക്ഷേ എൻ്റെ ചിന്താമണ്ഡലത്തെ നിങ്ങൾക്കൊരിക്കലും നശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചിന്തിക്കാനും പ്രതികരിക്കാനും ശേഷിയുള്ള അങ്ങനെയുള്ള അവനെങ്ങനെയാണ് ഒറ്റയടിക്ക് കൊല്ലരുത് എന്നുള്ളതാണ്. അപ്പോൾ അവനെങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ രീതിയിലേക്ക് ഒരു ശിക്ഷ കൊടുക്കാം എന്നാണ് അവർ ആലോചിക്കുന്നതും. ആദ്യമായി ഇവൻ ചെയ്ത രാജ്യദ്രോഹ കുറ്റങ്ങളുടെ ഒരു പട്ടിക ഞാൻ സദസ്സിൻ്റെ മുന്നിൽ നിരത്തുന്നു. ഏറ്റവും ഗുരുതരമായ കുറ്റം ഇവൻ ഈ രാജ്യത്തിൻ്റെ ഭദ്രതയെയും അഖണ്ഡതയെയും തുരങ്കം വെച്ചു എന്നതുതന്നെ. കരിങ്കല്ലിൽ കവിതകൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു മഹാശില്പിയാണിവൻ എന്ന വസ്തുത ബഹുമാന പുരസ്സരം ഓർത്തുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു. ഇവൻ ഉണർന്നിരിക്കുന്ന സമയത്തിൻ്റെ ഏകദേശം മുഴുവൻ ഭാഗവും എത്രയോ അകലെയുള്ള ഒരു അയൽ രാജാവിൻ്റെ സാമ്രാജ്യത്തിലെ സമ്പൽ സമൃദ്ധിയെക്കുറിച്ചും സാംസ്കാരിക ജീവിതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും സംസാരിച്ച് മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്നു. ഇതാണ് ഉമാപതി ചെയ്ത തെറ്റ്. അപ്പോൾ ഒരു ജനാധിപത്യ വ്യവസ്ഥയെക്കുറിച്ചിട്ട് സ്വപ്നം കാണുന്നതാണ്. അപ്പോൾ ബോധമണ്ഡലത്തിലെ ഈ ചിന്താപ്രവാഹം ആദ്യമായി ഇവൻ്റെ കലാരൂപങ്ങളിലാണ് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ പ്രതിഷേധിക്കുന്നതിന് പല രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കും അല്ലേ, കലയിലൂടെ സാഹിത്യത്തിലൂടെയൊക്കെ പ്രതിഷേധത്തിൻ്റെ ജ്വാലകൾ ആളിക്കത്താറുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇവിടെയും. അപ്പം ഇക്കാലം അത്രയും ഇവൻ കൊത്തിയുണ്ടാക്കിയ വിഗ്രഹങ്ങൾക്ക് അയൽ രാജാവിൻ്റെ രൂപവുമായി സാദൃശ്യമുണ്ടായിരുന്നു എന്ന സത്യം ഈ സദസ്സിൽ വെച്ച് തന്നെ തെളിയിക്കപ്പെട്ടതാണ്. ഇവിടെ നാം എല്ലാം എന്തു തന്നെ ജനോപകാരപ്രദങ്ങളായ നല്ല കാര്യങ്ങൾ ചെയ്താലും ഈ ജനദ്രോഹിക്ക് അതിൽ മതിപ്പില്ല. ഇവിടെ നാം ചെയ്യുന്നതൊക്കെ വില കുറഞ്ഞ ജനപ്രീതി നേടിയെടുക്കാനോ അല്ലെങ്കിൽ മറ്റേതോ സ്വാർത്ഥ താല്പര്യത്തെ മുൻനിർത്തിയോ ആണെന്ന് ഇവൻ വിശ്വസിക്കുന്നു. അപ്പം ഇവിടെ മനുഷ്യൻ പട്ടിണി കിടന്ന പട്ടികളെ പോലെ മരിക്കുന്നു എന്നിവൻ പറഞ്ഞു പരത്തുന്നത് തികച്ചും അസംബന്ധവും കഴമ്പില്ലാത്തതുമാണ്. അപ്പോൾ ഇവിടെ ശരി, സത്യത്തിൻ്റെ വഴി എപ്പോഴും മുഖം തിരിഞ്ഞിരിക്കുന്നതായിട്ടാണ്. അപ്പോൾ അങ്ങനെ മുഖം തിരിഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യത്തെ തുറന്നു കാണിക്കാനാണ് ഇവിടെ ഉമാപതി ശ്രമിക്കുന്നത്. പക്ഷെ അതൊക്കെ ഈ രാജാവിനും മറ്റു പ്രജകൾക്കൊക്കെ അത് വിപരീതമായിട്ടാണ് തോന്നുന്നത്. അപ്പം അതുകൊണ്ടാണ് ഒരിക്കലും ഇവിടെ പട്ടിണിയില്ല, എല്ലാം കൊണ്ടും സുഖസമൃദ്ധമായ ജീവിതമാണ് ജനങ്ങൾക്ക് കിട്ടുന്നത് എന്ന് വരുത്തി തീർക്കുകയാണ് ഇവിടെ ചെയ്യുന്നതും. ഇപ്പം മേൽപ്പറഞ്ഞ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ഇവനെ ശിക്ഷിക്കാതെ വിടുക എന്നതിൻ്റെ അർത്ഥം ഈ മഹാസാമ്രാജ്യത്തിലെ ചെങ്കോൽവാഹിയായ ഞാൻ ഈ രാജ്യത്തെ പ്രജകളെ ഒന്നടങ്കം വഞ്ചിക്കുക എന്നതാണ്. ഇനി രണ്ടാമതായി ഈ 50-കാരൻ ശില്പിയുടെ ഉമാദേവി എന്നു പേരുള്ള
കളത്രം വേണു എന്ന പുത്രനും രേണു എന്ന പുത്രിയും നമ്മുടെ കൽത്തുറങ്കിൽ കിടക്കുന്ന വിവരം സദസ്സ് ഓർക്കുമല്ലോ. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ പ്രിയപുത്രൻ കഠിനാധ്വാനം കുലധർമ്മമായി കരുതി അഹോരാത്രം രാജ്യസേവ നടത്തുന്ന കൊട്ടാരം സേവകന്മാർക്ക് രാത്രികാലങ്ങളിൽ രഹസ്യോപദേശം നൽകി എനിക്കെതിരെ തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ കർമ്മത്തിൽ വ്യാപൃതനായിട്ട് അധികമായിട്ടില്ല മകൻ ചെയ്ത കുറ്റവും. ഇങ്ങനെ നമ്മുടെ സാമ്രാജ്യത്തിലെ എല്ലാ കന്യകമാർക്കും വിവാഹത്തിന് മുൻപ് ഓരോ രാജസന്തതി വീതമെങ്കിലും നൽകുകയെന്ന നമ്മുടെ മഹത്തായ പദ്ധതിക്ക് വേണ്ടി ആഴ്ചയിൽ ഒരിക്കൽ ഋതുമതികളായ സുന്ദരിമാർ രാജാവിൻ്റെ കൂടെയും പിന്നീടുള്ള 3 മാസക്കാലം മന്ത്രി, സേനാധിപൻ തുടങ്ങിയവരോടൊത്തും സഹശയനം ചെയ്യണമെന്നുള്ള തീരുമാനങ്ങൾ ഞാൻ ഒറ്റയ്ക്കെടുത്തതല്ല. അപ്പോൾ കന്യകമാരെ മറ്റുള്ളവർക്ക്, രാജാവിനും അവരുടെ മന്ത്രിമാർക്കും മറ്റു പ്രജകൾക്കൊക്കെ കാഴ്ചവെക്കുന്ന ഒരു രീതി. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നതാണ് ഇവിടെ ഉമാപതിയും അവരുടെ മക്കളും ഭാര്യയും അവരൊക്കെ ചെയ്യുന്ന തെറ്റ്. അപ്പോൾ ആ ഒരു പ്രവൃത്തിയെ ഇവരെന്താണ്, അതാണ് ശരി എന്ന രീതിയിലേക്ക് കാണുക. അപ്പോൾ എന്താണോ തെറ്റ് അതിനെ ചൂണ്ടിക്കാണിക്കുന്നവന് അവിടെ ശത്രുവും കുറ്റവാളിയും ഒക്കെ ആയിട്ട് അടയാളപ്പെടുത്തുകയും ചെയ്യണം. അപ്പം എന്നിട്ട് രാജാവ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, അത് എല്ലാവരും കൂടെ ചേർന്ന് അല്ലേ ഈ സഭ ഐക്യകണ്ഠേനെ അംഗീകരിച്ചതാണ് എന്നാണ് രാജാവ് പറയുന്നതും. ബാക്കി അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.